ബാവലിപ്പുഴയിലെ ഓളങ്ങൾ പോലും പഞ്ചാക്ഷരി ജപിക്കുന്ന മഹാതീർത്ഥാടന കാലമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. അപൂർവങ്ങളായ ചടങ്ങുകളാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ചടങ്ങുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വഴിപാടുകൾ. സ്വർണ്ണക്കുടവും വെള്ളിക്കുടവും സമർപ്പണം പോലെ പ്രാധാന്യമേറിയ വേറെയും വഴിപാടുകൾ ഉണ്ട് കൊട്ടിയൂരിൽ. വഴിപാടുകൾ സമർപ്പിച്ച കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ദിനംപ്രതി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കൊട്ടിയൂർ യാഗഭൂമിയിലെ പെരുമാളിന്റെ തിരുസന്നിധി നിരവധി ഐതിഹ്യങ്ങളാലും ആചാരങ്ങളാലും സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ അതീവ പുണ്യകരമായ പല വഴിപാടുകളും കൊട്ടിയൂരിലുണ്ട്. നിരവധി ഭക്തർക്ക് നേരിട്ട് സമർപ്പിക്കാൻ അവസരം നൽകുന്ന വഴിപാടാണ് സ്വർണ്ണക്കുടം വെള്ളിക്കുടം സമർപ്പണം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മഹാപാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും പാപപരിഹാരത്തിനുമായാണ് ഭക്തർ പെരുമാൾക്ക് വെള്ളിക്കുടം സമർപ്പിക്കുന്നത്. മനസ്സിനാഗ്രഹിച്ച അഭീഷ്ടകാര്യങ്ങളുടെ വിജയത്തിനായും സർവൈശ്വര്യത്തിനായും സ്വർണ്ണക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിശിഷ്ടമായ പല വഴിപാടുകളും ഇവിടെയുണ്ട്. പുഷ്പാഞ്ജലി, കൂവളമാല, ധാര, ഗണപതി ഹോമം തുടങ്ങി എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെയുള്ള വഴിപാടുകൾ കൊട്ടിയൂരിലും നടത്താവുന്നതാണ്. കുടിവെള്ളം നൽകുന്ന വോളണ്ടിയർമാർ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കേരളത്തിൽ എവിടെയും കിട്ടാത്ത അത്ര ഗുണമേന്മയിലാണ് ഇവിടെ നെയ്പായസവും തിരുവപ്പവും വിതരണം ചെയ്യുന്നതെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ ക്ഷേത്രത്തിൽ എത്തുന്ന ഒരു ഭക്തനെ ക്ഷേത്രത്തിൽ ദർശനം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായും നമ്മൾ കാണുന്നത്. ഇവിടെ ഒരുപാട് വഴിപാടുകൾ കഴിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പണം സമ്പാദിക്കുക എന്നുള്ളതിൽ ഉപരി ഇവിടെ ഭക്തനെ മണിത്തറയിൽ കയറി തൊഴുത് അദ്ദേഹത്തിന് ഒരു പ്രസാദം അവിടുന്ന് തന്നെ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുഖ്യമായിട്ടുള്ള ഒരു താല്പര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ ഈ വഴിപാടുകളെക്കുറിച്ചൊന്നും പ്രോത്സാഹിക്കുക. നമുക്ക് സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാടുകളുണ്ട്. ഒരു ദിവസം 100 ഭക്തന് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒരു 100 ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1-1.5 ലക്ഷം ആളുകൾ വരുമ്പോൾ അതിൽ 100 എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് എല്ലാവർക്കും ഊഹിക്കാം. അപ്പോൾ അത്ര 100 പേര് കഴിഞ്ഞാൽ പിന്നെ ആ റെസീപ്റ്റ് ചെയ്യില്ല. അതാണ് സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാടുകൾ. അതാണ് നമുക്ക് 1000 രൂപ 1500 രൂപ നിരക്കിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രസാദം ഇങ്ങനെ ഒരു വഴിപാടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിനൊരു സങ്കല്പമുണ്ട്, അതിനൊരു ആചരണമുണ്ട്. ആ ആചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് വഴിപാടുകൾ നമുക്ക് പുഷ്പാഞ്ജലി, കൂവളമാല, ധാര, അതുപോലെ തന്നെ ഗണപതി ഹോമം തുടങ്ങി ഒരുപാട് നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെയുള്ള വഴിപാടുകൾ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ നെയ്പായസവും തിരുവപ്പവുമാണ്. കേരളത്തിലെ എവിടെയും കിട്ടാത്തത്ര ക്വാളിറ്റിയിൽ അത് നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇത്രയും ക്വാളിറ്റിയിൽ നെയ്പായസവും അപ്പവും വിതരണം ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രം ഉണ്ടാവില്ല എന്ന് ധൈര്യത്തോടെ. അത് പറയുന്നത് കുറച്ച് ക്വാണ്ടിറ്റി അല്ല എന്നുള്ളതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് ഭക്തന്മാർക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഭക്തന്മാർക്ക് വഴിപാടായി കിട്ടുന്ന അപ്പം പായസം എന്നുള്ളവയൊക്കെ ആ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നൽകാൻ വേണ്ടി ദേവസ്വം തയ്യാറാവുന്നുണ്ട്. അത് ഭക്തന്മാർക്ക് എപ്പോഴും ഇതുവരെ ഒരു പരാതിയോ ഒരു പ്രശ്നമോ ആക്ഷേപമോ ഒന്നും തന്നെ ഈ അപ്പം പായസം വിതരണത്തിൽ ഉണ്ടായിട്ടില്ല. അത് ദേവസ്വത്തിൻ്റെ നിഷ്കർഷയാണ് എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. ആചാരങ്ങളെ പോലെ ഐതിഹ്യങ്ങളാലും പ്രസിദ്ധമായ കൊട്ടിയൂരിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് വഴിപാട് സമർപ്പണത്തിനും പെരുമാളിന്റെ ദർശന പുണ്യത്തിനുമായി ക്ഷേത്രത്തിലെത്തുന്നത്.